ചാവുന്നുണ്ടല്ലോ മീനിനെടുത്ത് പുറത്തെടുത്ത സമയത്ത് ആ ചാവല്ലേ ചെയ്യുന്നത്, അതിനല്ലേ നിങ്ങളെടുത്ത് വെട്ടി വീഴുന്നത്? അത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ അതിന്റെ ഇസ്ലാമിക വേർഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് എന്താ പറയുക, ജസ്ന, നമുക്ക് വിവരമില്ല എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ വിവരമില്ലായ്മ അതൊരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്നത് അത് ഇത്തിരി മാനക്കേടുള്ള കാര്യമാണ്. എന്റെ പൊന്നു ജസ്ന വലിയൊരു കാര്യം കൊണ്ടുവന്ന രീതിയിലാണ് ജസ്ന പറയുന്നത്. ജസ്ന ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലി എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ലേ, കാരണം ഒരു ബേസിക് നോളജ് പോലും ഇല്ലാത്ത ആളാണ്. കേട്ടപ്പോ ജസ്നക്ക് പറഞ്ഞു തരാം എന്തുകൊണ്ടാണ് ചത്തതിനെ നമ്മൾ കഴിക്കാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് മൃഗാദികളെ അറുത്ത് കഴിക്കണം എന്ന് പറയേണ്ട കാര്യം എന്തെന്ന് ആദ്യം ജസ്നയ്ക്ക് അറിയോ? എന്തുകൊണ്ടാണ് നമ്മൾ അറുത്ത് കഴിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് അറിയോ? അതിന്റെ ശരീരത്തിലെ മോശപ്പെട്ട രക്തം ഒഴുക്കിക്കളയുക എന്നുള്ളതാണ്. ഈ രക്തം മാംസത്തിൽ കടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാംസത്തോട് ചേർന്ന് രക്തം കുറെ കടന്നു കഴിഞ്ഞാൽ മാംസം കേടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ ബ്ലഡ് ആ മീറ്റിൽ കുറെ നേരം കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മൃഗത്തിന്റെ സ്വഭാവത്തിന്റെ ഒരു കണ്ടന്റ് നമുക്കുള്ള ശരീരത്തിലേക്ക് കയറും. മാംസം കഴിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടുത്തങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ വിഷയം മീന് എന്തുകൊണ്ട് ചത്തതിനെ കഴിക്കാൻ പറഞ്ഞിരിക്കുന്നു എന്നാണ്. ഇതിന് വ്യക്തമായി തന്നെ ഖുർആൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ മാഇദയിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, സമുദ്രത്തിലെ ഭക്ഷണം ഹലാലാക്കിയിരിക്കുന്നു, ചത്തതിനെ ഹലാലാക്കിയിരിക്കുന്നു. രണ്ട് കാര്യങ്ങളെ ഹലാലാക്കിയിട്ടുള്ളൂ, ഒന്ന് മീനും ഒന്ന് വെട്ടുകിളിയും. എന്തുകൊണ്ടാണ് മീനിനെ പറത്ത് കഴിക്കാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മീനിനെ നമ്മൾ സമുദ്രത്തിൽ നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ അതിന് മറ്റ് മൃഗങ്ങളെ പോലെ ഒഴുക്കി കളയാനുള്ള രക്തം അധികം ഇല്ല. പിന്നെ അതിനെ പുറത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പേശികളിലോട്ട് അധികം രക്തം പോകുന്നില്ല, കാരണം അതിനുള്ള രക്തം അതിലില്ല. മനസ്സിലായ എന്തെന്ന്? അപ്പൊ പിന്നെ എന്തിനാണ് അതിനെ അറുത്ത് കഴിക്കേണ്ട ആവശ്യം എന്താണ്? അപ്പൊ മനസ്സിലായ വല്ല പിടികിട്ടുന്നുണ്ടാ? ഒരു കൂട്ടം ആളുകൾ നബിയുടെ അടുത്ത് വന്ന് ചോദിച്ചു, കടലിലെ യാത്ര പോകുമ്പോൾ കടലിലെ വെള്ളം കൊണ്ട് ഒന്നും എടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഉന്നയിച്ചപ്പോൾ അതിന് നബി കറക്റ്റായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവം വായിച്ചു നോക്കിക്കോ. സമുദ്രം വളരെ ശുദ്ധിയുള്ളതാണ്, ആ വെള്ളം ശുദ്ധീകരിക്കുന്നതുമാണ്, അതുകൊണ്ട് തന്നെ അതിലെ ചത്തവ ഹലാലുമാണ്. മനസ്സിലായ? ഖുർആനും ഹദീസൊക്കെ വല്ല പിടിപാടുണ്ടാ ജസ്ന? ജസ്ന തന്നെയാണ് ജസ്നയ്ക്കുള്ള വടിയെത്തി വെച്ചിരിക്കുന്നത്. ഇതേപോലെ ഓരോ വെല്ലുവിളികൾ നടത്തും, ആൾക്കാർ ഒന്നടങ്കം തൂത്ത് ടയറി കയറ്റും, എന്നിട്ട് വല്ല കയ്യോ കാലോ കുറിച്ച് ഹോസ്പിറ്റലിൽ പോകും.